ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ചെറുപഴമാണ്. ബനാന എടുക്കുമ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. റോബസ്റ്റോ, നേന്ത്രപ്പഴമോ അതുപോലെ ഏത് ചെറുപഴം വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി എടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് ഡേറ്റ്സ് ആണ്. അപ്പോൾ 20 ഡേറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡേറ്റ്സ് അരമണിക്കൂർ പാലിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ 1 കപ്പ് പാലിലാണ് ഞാനിത് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റായ ഡേറ്റ്സ് ആണെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ സോഫ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കുതിർത്തത്. ഈ പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പം നല്ല തണുത്ത പാല് തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ള ബനാന ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അപ്പം ഞാനിവിടെ ഗ്ലാസ് കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിച്ച് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മിൽക്ക് ഷേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ബദാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബദാം നമുക്കിതിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ചെറി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഗ്ലാസും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം വെച്ചതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു ചെറി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഈസി ആയി ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്